ഫുട്ബോൾ വേൾഡ് കപ്പ് ആരംഭിച്ചു. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഉദ്ഘാടന മത്സരമൊക്കെ നടന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് തന്നെ പറയണം എന്ന് വിചാരിച്ച ഒരു കാര്യമാണ്. ഈ ഉദ്ഘാടന മത്സരമൊക്കെ നടക്കുന്നതിന് മുമ്പ് കളിക്കമ്പം മൂത്ത് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടുന്നത് എന്നതിനെ കുറിച്ച് അവർക്കൊരു രൂപവുമില്ല. ചില കൂട്ടർ തെരുവിൽ യുദ്ധം ചെയ്യുകയാണ്, ആർക്കോ വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. ചിലരാകട്ടെ സമൂഹ മാധ്യമങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഏതായാലും അതെന്തോ ആകട്ടെ, അവർക്കും അഭിപ്രായം പറയാം, ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കൂടെ നിൽക്കാം. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്നുള്ള നിലക്ക് അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ. പക്ഷെ ചില ആളുകൾക്ക് ഭ്രാന്തായ അവസ്ഥയാണ്. അവരുടെ ചില പോസ്റ്റുകളൊക്കെ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്തരമൊരു അവസ്ഥയിലേക്ക് ചില പോസ്റ്റുകളൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഈ ഫ്ലക്സുകളൊക്കെ ഉപയോഗിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. എല്ലാ പരിധികളും മറികടന്ന് ചില ആളുകളൊക്കെ തെരുവുകളിൽ ആർക്കോ വേണ്ടി യുദ്ധം ചെയ്യുന്നു, ആർക്കോ വേണ്ടി വലിയ ഫ്ലക്സുകളൊക്കെ വെക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ കഴിഞ്ഞ സമയങ്ങളിലൊന്നും അങ്ങനെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ടില്ല. അത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കൃത്യമായി അത് സമയത്ത് അഴിച്ചു മാറ്റി അതൊക്കെ ഒഴിവാക്കാറുണ്ട്. എന്നാൽ ഫുട്ബോൾ പ്രേമികൾ ഈ കളിക്കമ്പം മൂത്ത് ഭ്രാന്തായി മറ്റേതോ രാജ്യങ്ങൾക്ക് വേണ്ടി തെരുവിൽ ഇപ്പോൾ ഒരാൾ ഒരു ഫ്ലെക്സ് വെച്ചാൽ അതിനേക്കാൾ മേലെ മറ്റൊരു ഫ്ലെക്സ് വെക്കുക എന്ന ഒരു മത്സര ബുദ്ധിയോടുകൂടി ഇപ്പോൾ ഫ്ലെക്സുകൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില പഞ്ചായത്തുകളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചാൽ അതെടുത്ത് ഞങ്ങൾ നശിപ്പിക്കും, ആരാണോ വെച്ചത് അവരിൽ നിന്ന് അതിനാവശ്യമായിട്ടുള്ള ചെലവ് എത്രയാണോ അത് അവരിൽ നിന്ന് ഈടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോട്ടീസൊക്കെ അവർ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞു, സമൂഹ മാധ്യമങ്ങളിൽ ചില ആളുകൾ ഭ്രാന്തന്മാരെ പോലെയാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ ഓരോ ആളുകൾക്ക് ഓരോ രാജ്യത്തിന്റെ ടീമിനെയാണ് ഇഷ്ടം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് താല്പര്യമുള്ള ആളുകളെ അവർ പിന്തുണക്കട്ടെ. പക്ഷെ ഒരു ടീമിനെ പിന്തുണക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ എന്തൊക്കെയോ എഴുതുന്നു. ഭീകരവാദം എന്ന് പറയുന്നു, തീവ്രവാദം എന്ന് പറയുന്നു. അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പൊ സംസ്ഥാന ഇന്റലിജൻസ് ഒക്കെ ഒരു ടീമിനെ പിന്തുണക്കുന്നതിന്റെ ഭാഗമായി അന്വേഷണം ആരംഭിച്ചു എന്നൊക്കെയാണ് ഇവർ FBയിൽ കുറിച്ചിരിക്കുന്നത്. മറ്റാരുമല്ല, നമ്മുടെ കാസയിലെ മാമന്മാരാണ് അത്തരത്തിലൊരു പോസ്റ്റൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു കുറിപ്പൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനെ പിന്തുണക്കുന്നത് എന്തോ വലിയ തെറ്റാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇറാൻ കളിക്കുന്നത് ഫുട്ബോൾ അല്ലേ? സംശയം കൊണ്ട് ചോദിക്കുകയാണ്. ഇറാൻ ടീമിനെ പിന്തുണക്കുന്നത് മറ്റെന്തോ ഉദ്ദേശം വെച്ചാണ്, ഫലസ്തീനു വേണ്ടിയാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിപ്പോൾ പ്രചരിപ്പിക്കുന്നത്. അതേസമയം അർജന്റീനയെയോ ബ്രസീലിനെയോ മറ്റേതെങ്കിലും ടീമിനെയോ സൗദിയെയോ ഖത്തറിനെയോ ഒക്കെ പിന്തുണക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നും ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ഒരു വിഭാഗക്കാർ സമൂഹ മാധ്യമങ്ങളിൽ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നു. മറ്റു ചില ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രകൃതി സ്നേഹമൊക്കെ അവർ പറയും, പക്ഷെ അവരുടെ പ്രവൃത്തിയിൽ അതൊന്നും കാണാനില്ല. കൂറ്റൻ ഫ്ലക്സുകളാണ് അവർ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ ഗ്രാമങ്ങൾ തോറും അവർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അർജന്റീനയെ ഇഷ്ടപ്പെടാം, ബ്രസീലിനെ ഇഷ്ടപ്പെടാം, അമേരിക്കയെ ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടീമിനെ അവർക്ക് ഇഷ്ടപ്പെടാം. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇന്നലെ വരെ പരിസ്ഥിതിവാദം പറഞ്ഞ ആളുകളാണ് ഇത്തരത്തിലുള്ള ഫ്ലക്സുകളൊക്കെ വെക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സഹതാപം തോന്നുകയാണ് ഇത്തരക്കാരോട്. ഇവരെങ്ങനെയാണ് നാളെ ആളുകളുടെ മുഖത്ത് നോക്കുക എന്ന് തോന്നിപ്പോവുകയാണ്. എന്നാലും ഫ്ലക്സ് വെക്കുന്ന ആളുകളോട് എനിക്കൊരു കാര്യം അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുണ്ട്. ഇവിടെ ഇറാനെ പിന്തുണച്ചപ്പോൾ ചില ആളുകൾക്ക് കുരുപൊട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അവരോട് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഫ്ലക്സ് വെക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഐക്യരാഷ്ട്രസഭയിൽ സ്വതന്ത്ര ഫലസ്തീനെ എതിർത്ത് വോട്ട് ചെയ്ത 10 രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ? എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ നിങ്ങൾ ചില ടീമുകളെയൊക്കെ വല്ലാതെ പിന്തുണക്കുന്നത്, അല്ലെങ്കിൽ ചില ടീമുകൾക്ക് വേണ്ടി ഇവിടെ നിങ്ങൾ പണം മുടക്കി ഫ്ലക്സുകളൊക്കെ വെക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അർജന്റീനയാണ് ഇവിടെ സ്വതന്ത്ര ഫലസ്തീനെ എതിർത്ത് ഐക്യരാഷ്ട്രസഭയിൽ വോട്ട് ചെയ്ത ഒരു രാജ്യം. 1ാം നമ്പറുകാരാണ് അർജന്റീന. അവരെപ്പോഴും ഇസ്രായേലിനോടും അമേരിക്കക്കും ഒപ്പം നിൽക്കുന്ന ഒരു വിഭാഗമാണ്. 2ാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഹംഗറിയാണ്. അതുപോലെ തന്നെ ഇവിടെ ലോകകപ്പ് കളിക്കുന്ന മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, ഇവരൊക്കെയാണ് ഇവിടെ ഈ സ്വതന്ത്ര ഫലസ്തീനെതിരായി ഐക്യരാഷ്ട്രസഭയിൽ വോട്ട് ചെയ്ത ആളുകൾ. ആരെ വേണമെങ്കിലും പിന്തുണക്കാം, പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത്, ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇറാനെ പിന്തുണക്കുന്നത് കൊണ്ട് ചില ആളുകൾക്കൊക്കെ വിഷമം തോന്നുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ കൂടെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്തു പറയുന്നത്. എന്തായാലും ഓരോ ടീമിനെയും പിന്തുണക്കാൻ അതിൻ്റെതായിട്ടുള്ള കൃത്യമായ കാരണങ്ങളുണ്ട്. ഇന്ന് ലോകം മുഴുവൻ ഇറാനെ പിന്തുണക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്മാറി. ഇറാൻ അമേരിക്ക
ധാരണയിൽ നാളെ ഈ രണ്ട് രാജ്യങ്ങളും ഒപ്പുവെക്കാൻ പോവുകയാണ്. ലോകം ഒന്നടങ്കം യുദ്ധം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായിട്ടാണ് തൽക്കാലം യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാകുന്നത്. 100% ഇറാൻ ആവശ്യപ്പെട്ട നിബന്ധനകൾ, ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഒരു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടതിൽ ഒപ്പുവെക്കാൻ അമേരിക്ക തയ്യാറാകുന്നത്. ഇസ്രായേലിന്റെ ഒരാവശ്യവും ഒരാളും മുഖവിലക്കെടുത്തിട്ടില്ല, ഒരാവശ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. അക്കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. എന്തായാലും ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി ഇറാനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആത്മവിശ്വാസത്തോടുകൂടി അവരുടെ പക്കൽ ഉള്ള ആയുധങ്ങൾ വെച്ച് അവർ പൊരുതി. ആരുടെ മുന്നിലും അവർ അടിയറവ് പറഞ്ഞില്ല. രാജ്യസ്നേഹികളാണ്. ഏതൊരു രാജ്യസ്നേഹിക്കും മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തനമാണ് ഇറാന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വേൾഡ് കപ്പ് അവർ നേടിയിട്ടില്ല, അവരത്ര കഴിവുള്ള കളിക്കാരൊന്നുമല്ല, പ്രഗത്ഭരല്ല എന്നൊക്കെയാണ് അവരെ പിന്തുണക്കുമ്പോൾ ചില ആളുകൾ ഇവിടെ വർഗീയവാദികൾ എന്നൊക്കെ പറഞ്ഞ് മറ്റു ചില ആളുകളെ ആക്ഷേപിക്കുന്നത്. എന്തായാലും അവർക്ക് ആത്മവിശ്വാസമുണ്ട്, കരുത്തരാണ് അവർ. അക്കാര്യത്തിൽ വളരെയധികം കരുത്തുള്ള ആളുകളാണ്. അവർക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്തതായി ഒന്നുമില്ല. കൃത്യമായ ഒരു ലക്ഷ്യം വെച്ച് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വേൾഡ് കപ്പിൽ വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച അവർക്കുണ്ടാകും. ആ ഉയർച്ചയിലേക്ക് എത്താൻ ആ ടീമിന് കഴിയും. അത്ര വലിയ ആത്മവിശ്വാസമുള്ള ഒരു വിഭാഗമാണ്. അവരെ ഈ വേൾഡ് കപ്പിൽ കളിപ്പിക്കരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം നേരത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അതൊന്നും വിലപ്പോയില്ല. അവസാനം അമേരിക്കക്ക് ഇറാന് വേൾഡ് കപ്പ് കളിക്കുന്നതിന് വേണ്ടി, അവരുടെ ടീമിന് വരുന്നതിന് വേണ്ടി വിസ അനുവദിക്കേണ്ടി വന്നു. അവർ വരും, കളിക്കും, തീർച്ചയായും അവർ വിജയിക്കും. അത് എന്റെ വിശ്വാസമാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഓരോ ആളുകളുടെയും വിശ്വാസമാണ്, ഇറാനെ പിന്തുണക്കുന്ന ആളുകളുടെ വിശ്വാസമാണ്. തീർച്ചയായും ഇറാനെ പിന്തുണക്കുമ്പോൾ അതിൽ വർഗീയതയും അതുപോലെ തന്നെ ഭീകരവാദവും ഒക്കെ ആരോപിക്കുന്ന വലിയൊരു വിഭാഗം അപ്പുറത്തുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ അന്ധമായി തെരുവിൽ ചില ആളുകൾ ഫ്ലക്സുകൾ വെച്ച് നേരത്തെ പറഞ്ഞ പരിസ്ഥിതിവാദത്തിൽ നിന്നൊക്കെ പിന്മാറി ഇവിടെ നമ്മുടെ തെരുവുകൾ മലിനമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരക്കാർ രണ്ടു വട്ടം ആലോചിക്കണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.